അയ്യപ്പ ഗാനത്തിന്റെ പാരഡി ഉണ്ടായതിന്റെ പേരിൽ അവർക്കെതിരായി കേസെടുത്തിരിക്കുകയാണ്. ഇത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണ്. ഇതൊരു ഇടതുപക്ഷ സർക്കാരിന് യോജിച്ചതാണോ? അപ്പൊ ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇതൊരു ഇടതുപക്ഷ സർക്കാരല്ല, തീവ്ര വലതുപക്ഷ സർക്കാരാണ്. ഇത് BJP ഗവൺമെന്റ് എല്ലാം എടുക്കുന്നത് പോലത്തെ ഒരു നടപടിയാണ് ഈ LDF ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഗാനം ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എത്രമാത്രം CPM-നെയും സർക്കാരിനെയും അലോസരപ്പെടുത്തുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവർക്കെതിരായി കേസെടുത്തിരിക്കുന്നത്. ഇതേ അയ്യപ്പ ഭക്തിഗാനത്തിന്റെ പാരഡി 15 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ അതിനു മുമ്പ് ശ്രീ K കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് CPM ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞ 2017 CPM-ന്റെ മുഴുവൻ ആളുകൾ ജയിച്ചു വന്ന ലീഗ് നേതാക്കളെ അപമാനിക്കുന്നതിന് വേണ്ടി അവരെ നായയും കുറുക്കനുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഈ അയ്യപ്പ ഭക്തിഗാനത്തിന് പാരഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഒരു മതവികാരവും വ്രണപ്പെടുത്താതെയാണ്, ഒരു തരത്തിലുള്ള ഒരു മതവികാരവും വ്രണപ്പെടുത്താതെയാണ് ഈ പാരഡി ഉണ്ടായിരിക്കുന്നത്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കൂടെ പ്രശ്നമാണ്, അതിന്മേലേക്കുള്ള കയ്യേറ്റമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. എന്നിട്ട് അതിന് വർഗീയത വരുത്താൻ വേണ്ടിയിട്ടാണ് CPM ശ്രമിക്കുന്നത്. അത് എഴുതിയ ആളുകളുടെ മതവും ജാതിയും അന്വേഷിച്ചു പോവുക. ഇത് BJP കളിക്കുന്ന, സംഘപരിവാർ കളിക്കുന്ന അതേ കളിയാണ് കേരളത്തിലെ CPM കളിക്കുന്നത്. ഇവിടെ ഒരു തീപ്പൊരി കിട്ടിയാൽ അത് ആളിപ്പടരുന്ന തീയാക്കി മാറ്റാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികളുള്ള കേരളത്തിലാണ് അവർക്ക് തേച്ചു മിനിക്കിയ ഒരു ആയുധം CPM കൊടുക്കാൻ ശ്രമിക്കുന്നത്. സംഘപരിവാറിന്റെ അതേ വഴികളിലൂടെയാണ് CPM സഞ്ചരിക്കുന്നത്. ഇത് കേരളത്തിന് അപമാനകരമായ കാര്യമാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ഇത് ഞങ്ങൾ പരിഹാസത്തോടെ നോക്കിക്കാണുന്നു, പരിഹാസത്തോടെ. ആ പാട്ട് എഴുതിയ ആളെയും അതിന് മ്യൂസിക് കൊടുത്ത ആളെയും അത് പാടിയ ആളെയും എല്ലാം ഐക്യ ജനാധിപത്യ മുന്നണി നിയമപരമായും രാഷ്ട്രീയമായും സംരക്ഷിക്കും. ഏത് അറ്റം വരെ പോയി സംരക്ഷിക്കും, ഏത് കോടതി വരെ പോയി അവരെ സംരക്ഷിക്കും. ഇതിന് കേസെടുത്തത് കേരളത്തിന്റെ മുമ്പിൽ, സാംസ്കാരിക കേരളത്തിന്റെ മുമ്പിൽ പോലീസിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തലകുനിച്ച് നിൽക്കണം. ഈ കേസെടുത്തത് ഇത് ചരിത്രത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ കറുത്ത അധ്യായമായി ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. ഇത് തീവ്ര വലതുപക്ഷ സർക്കാരുകൾ മാത്രം ചെയ്യുന്നതാണ്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സിനിമാ വിലക്കിനെതിരായിട്ടായിരുന്നു. ആ സിനിമാ വിലക്കിനെതിരായി പ്രസ്താവന നടത്തിയ മുഖ്യമന്ത്രി 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഒരു പാരഡി പാട്ടിന്റെ പേരിൽ കേസെടുത്ത് പോലീസിനെ. ഇത് കേരളത്തിന്, സാംസ്കാരിക കേരളത്തിന് അപമാനകരമാണ്. ഞങ്ങളിത് പരിഹാസത്തോടു കൂടിയാണ് ഇതിനെ നോക്കിക്കാണുന്നത്, ഗൗരവത്തോടു കൂടിയല്ല, പരിഹാസത്തോടു കൂടി ഈ കേസെടുത്തതിന്. ഞങ്ങളതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. എന്തായാലും ആ ഗാനം, ആ പാരഡി ഗാനം എത്ര പേരെ വിഷമിപ്പിച്ചു എന്ന് ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. എത്ര പേര് ഇത് ഈ പാരഡി ഉണ്ടാക്കിയതാണോ കുറ്റം, അയ്യപ്പന്റെ സ്വർണം കവർന്നതാണോ കുറ്റം? ഞാൻ ചോദിക്കട്ടെ, സ്ത്രീ പ്രവേശന കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ടല്ലോ പ്രസ്താവന. CPM-ന്റെ നേതാവായ സ്വരാജ് അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും അധിക്ഷേപിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴൊന്നും കേസെടുക്കാത്ത ആളുകളാണ്, അപ്പോഴാണ് മതവികാരം വ്രണപ്പെടാത്ത ആളുകളാണ് ഇവര്. അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം അവസാനിച്ചെന്നും ഇനി അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ കല്യാണം കഴിക്കണമെന്നും മാളികപ്പുറത്തമ്മയുടെ കണ്ണീരാണ് പ്രളയമായി മാറിയതെന്നും പ്രസ്താവന ഇറക്കിയ CPM നേതാവിനെതിരെ ഒരു കേസ് കൊടുത്തില്ല. അതൊക്കെ ഞങ്ങളെ കൊണ്ട് ഓർമ്മിപ്പിക്കരുത്. എത്ര അധിക്ഷേപകരമായിട്ടാണ് വിശ്വാസത്തെ, ആചാരങ്ങളെയും എത്ര അധിക്ഷേപകരമായിട്ടാണ് മുഖ്യമന്ത്രിയും CPM നേതാക്കളും സംസാരിച്ചത്. ഇപ്പോഴെന്താണ് ഒരു മതപരമായ ആചാരത്തോടൊക്കെ ഒരു സ്നേഹം CPM-ന് വന്നത്, അത് കൊണ്ടു. അപ്പൊ അയ്യപ്പന്റെ സ്വർണം കവർന്നതോ ആചാര ലംഘനം നടത്തിയതോ ഒന്നല്ല പ്രശ്നം, ഒരു പാരഡി ഗാനമാണ് പ്രശ്നം. എത്രമാത്രം ഒരു പ്രസ്ഥാനം അധപ്പതിച്ചിരിക്കുന്നു, എത്ര താഴേക്ക് പോയിരിക്കുന്നു. ഞങ്ങൾക്ക് തന്നെ നാണക്കേടാ, ഇവരോടൊക്കെയാണല്ലോ ഞങ്ങൾ ഈ യുദ്ധം ചെയ്യേണ്ടതെന്ന്. അത്ര നാണക്കേടാണ്. കേരളത്തിന് യോജിച്ചതല്ല. എല്ലാവരും ചിരിക്കുകയാണ് ഇത് കേട്ടിട്ട്. കേസെടുത്ത കാര്യം സാമാന്യ ബോധമുള്ള എല്ലാവരും ചിരിക്കുകയാണ്. ഈ തോൽവി ഇവരുടെ സാമാന്യ യുക്തിയെ വരെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് കാണുന്നത്. ഈ തോൽവി, ഈ പരാജയം എത്രമാത്രം കനത്ത ആഘാതമാണ് ഇവർക്ക് വരുത്തിയിരിക്കുന്നതെന്ന് ഇതിലൂടെ വ്യക്തമാണ്.